മൈഗ്രെയിൻ ഉള്ള ആളുകൾ നിങ്ങൾ തലവേദന വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ എന്തെങ്കിലും പുരട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ആവി പിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചിലപ്പോൾ പല പ്രൊഡക്റ്റുകളുണ്ട് തലമ ചൂട് പിടിപ്പിക്കുന്ന അങ്ങനെ പല തരത്തിലുള്ള സംഗതികളുണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്. ഇത് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അസുഖം മാറില്ല. അത് 100% ഉറപ്പ്. മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? കാരണം പലപ്പോഴും തലയിൽ ഉണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാകുന്ന ഇഷ്യൂസുകളല്ല നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് തലവേദന വരുന്ന സമയത്ത് തല ചുറ്റുന്നു, തലവേദന വരുന്നു, ലൈറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, പലതരത്തിൽ ഇറിറ്റേഷനുകൾ സിവിയർ ആയിട്ട് വരികയും നമ്മൾ എന്ത് ചെയ്യും, കാമായി നിൽക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടുകയും ചെയ്യും. കാരണം അത് ശാശ്വതമല്ല. അത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കാംനെസ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും എന്നതേ ഉള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മൈഗ്രെയിൻ്റെ ബേസിക് റൂട്ട് കോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ക്ലിയർ ആയി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്ന് ആവി പിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് മാറുമ്പോൾ വീണ്ടും വരിക, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൈഗ്രെയിൻ അവിടെ എന്ത് ചെയ്യില്ല, സോൾവ് ആയി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ മാറാത്തത്, എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്, എങ്ങനെ നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും, മൈഗ്രെയിൻ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. ഈ പൊതുവേ നമുക്ക് മൈഗ്രെയിൻ ഉള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയലെന്തായിരുന്നു, ഡോക്ടർ എനിക്ക് 2 വർഷമായി, 10 വർഷമായി, 20 വർഷമായി, 30 വർഷം, എൻ്റെ അടുത്ത് 30 വർഷം വരുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 30 വർഷമൊക്കെ ആയാലും 40 വർഷമായിട്ടുള്ള കേസുകൾ. അപ്പോൾ ഇത്രയും കാലമായിട്ട് എൻ്റെ തലവേദന എനിക്ക് പ്രശ്നമില്ല. പലതരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. രക്തം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹോർമോൺസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്കാനിങ്ങൾ എടുത്തിട്ടുണ്ട്, MRI എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലതും നോർമലാണ് ഡോക്ടർ, എനിക്ക് തലവേദന മാറുന്നില്ല. അപ്പോൾ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെസ്റ്റുകളെല്ലതും കാണിക്കുന്നതെന്ന് അറിയാം, ഇതൊക്കെ നോർമലാണ്. കാരണം അവിടെ രക്തം നോർമലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻ നോർമലാണ്, അതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലതും പക്ക നോർമലാണ്. അപ്പോൾ അവിടെ ലോക്കലി അവിടെ വലിയ ഇഷ്യൂസ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെയല്ല അതിൻ്റെ സോഴ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ലൈറ്റ് അല്ലേ, നമ്മളൊരു ലൈറ്റിന് സ്വിച്ച് ഒരു ഭാഗത്തും ലൈറ്റ് വേറെ ഭാഗത്തുണ്ടാവും. സ്വിച്ച് ഇവിടെ ഇടുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് കത്തുന്നത് അല്ലേ, നമുക്കത് അറിയുന്ന വിഷയമാണ്. ആക്ച്വലി വയറിൻ്റെ കേസിലാണ് പലപ്പോഴും പല ആളുകൾക്കും മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അല്ലാത്ത കേസും ഉണ്ട്, എസ്പെഷ്യലി ഡീഹൈഡ്രേഷന് വരുന്ന കേസുകൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ മൈഗ്രെയിൻ അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വയറ് സംബന്ധമായിട്ടാണ് പലപ്പോഴും മൈഗ്രെയിൻ അത് പിന്നീട് പരിണമിച്ച് പുതിയതായിട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. കാലങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകും, ചിലപ്പോൾ ഗ്യാസൊക്കെ വരും, ചിലപ്പോൾ വയറ് വീർക്കലൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല, അത് ഗ്യാസ് അല്ല എന്ന രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. പിന്നീട് അത് സിവിയാരിറ്റി കൂടി വരുന്ന സമയത്താണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഛർദ്ദിക്കാൻ വരും, ഓക്കാനം വരും. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം വരും. എന്താ, വയറ്റുന്നൊരു സാധനം പോകുമ്പോൾ എന്തുകൊണ്ട് ആ ആശ്വാസം വരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അതിൻ്റെ ഒരു ബേസിക് റീസൺ അല്ലെങ്കിൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ വയറായത് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് സൗണ്ട് കേട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. നമ്മൾ ആരും അറിയാണ്ട് ഒരു സൈഡിൽ ഇരുട്ടുള്ള റൂമിൽ എന്താണ് തലയിൽ പുതപ്പൊക്കെ ഇട്ടിട്ട് സൈഡിൽ ചുരുണ്ട് പൊടി കിടന്നാൽ ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ അത് മണിക്കൂറുകളോളം, ചിലപ്പോൾ അത് ദിവസങ്ങളോളം ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക പേഷ്യൻറ്റിന് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഗ്രാജ്വലി മെല്ലെ മെല്ലെ പതിയെ പതിയെ മാറിക്കൊണ്ട് ഇതാണ് ആക്ച്വലി മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളായിട്ട് എടുത്ത് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം ഇത് എന്തുകൊണ്ട് നമ്മുടെ ഗട്ടും അതേപോലെ ബ്രെയിനും തമ്മിൽ എത്രത്തോളം ഫങ്ഷൻ ഉണ്ടെന്നുള്ളത്. നമുക്കറിയാം ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് ഈ നമ്മുടെ ദഹനം അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷനും. കാരണം ഇത് പല നമ്മുടെ ഗട്ടിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സെക്കൻഡറി ബ്രെയിൻ എന്ന് കൂടെ പറയും. അങ്ങനെയുണ്ട്. കാരണം പ്രൈമറി ബ്രെയിൻ നമ്മുടെ സാധാ തലച്ചോറ് എന്ന് പറയുന്നതാണ്. സെക്കൻഡറി ബ്രെയിൻ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈനാണ്, അല്ലെങ്കിൽ നമ്മുടെ അബ്ഡമാണ്, നമ്മുടെ വയറാണ്. അപ്പോൾ ആ വയറിൽ ഈ സെക്കൻഡറി ബ്രെയിന് പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബ്രെയിനിൽ വരികയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വിച്ച് ഒരു ഭാഗത്താണ് പക്ഷേ ലൈറ്റ് കത്തൽ വേറെ സൈഡിലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
വയറിന് അസ്വസ്ഥത വരും, തലവേദന വരും. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ സമയത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വയറിന് അസ്വസ്ഥത വരും, തലവേദന വരും. അപ്പോൾ എല്ലാ റീസൺസ് എടുത്ത് നോക്കി ചില ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം വരും. അതെന്തുകൊണ്ടാണ്? പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തതുകൊണ്ടാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഹെഡേക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ റീസൺസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ ഗട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റാണ്, അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് പ്രോപ്പറായിട്ട് പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ വയറ് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, നമ്മൾ തോന്നുന്ന സമയത്ത് തോന്നുന്ന ഫുഡ് കഴിക്കുകയാണ്, റെസ്റ്റ് എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് ശോധന കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല ഹൈപ്പോ അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും അതേപോലെ സിബോ പല പ്രശ്നങ്ങൾ, അങ്ങനെ വയറിൻ്റെ പ്രശ്നങ്ങൾ പലതും നമുക്ക് വർഷങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ മാറ്റം വരും. അബ്നോർമലായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ അബ്നോർമൽ സിഗ്നലുകൾ ഉണ്ടാക്കുകയും സിവിയറായിട്ട് വേദന അനുഭവപ്പെടുന്ന ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ വയറിൽ അബ്നോർമൽ സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ബ്രെയിനിലാണ് നമുക്കത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഇൻഡസ്റ്റൈന്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഡാമേജ് ആണ് അല്ലെങ്കിൽ ഗട്ടിലുണ്ടാകുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഈ ഇൻഡസ്റ്റൈന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടൈറ്റ് ജംഗ്ഷനും പാക്ക്ഡ് ആയിട്ടുള്ള കോശങ്ങളാണ്. അതായത് നമ്മുടെ ഒരു PVC പൈപ്പിലൂടെ നമ്മുടെ വെള്ളം പാസ് ചെയ്ത് പോകാമെന്ന് കരുതുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു ദ്വാരം വന്നു കഴിഞ്ഞാൽ, ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. നമുക്കറിയുന്ന സംഗതിയാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ്റ്റൈന് പക്ക ടൈറ്റ് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കുഴലാണ്. അതിലൊരു ലീക്കില്ല. അത് ഡയറക്റ്റ് അതിൻ്റെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ട് ലീക്കില്ലാത്ത ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്തുള്ള ഒരു കുഴലാണ്. അപ്പോൾ ചില കണ്ടീഷനിൽ, ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഇമ്മ്യൂണിറ്റി വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അബ്നോർമലായിട്ട് വേണ്ടാത്ത കുറേ പൊരിച്ചതും കരിച്ചതും എണ്ണയിലിട്ട് വറുത്തതും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു പാസേജ് അത് ബ്രേക്ക് ചെയ്ത് പോകും. അതിൻ്റെ ടൈറ്റ്നെസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ലീക്കിങ് നല്ലോണം വരും. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ചെറിയ ഭാഗങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ അതിലുണ്ടാകുന്ന ബാക്ടീരിയകൾ, അബ്നോർമൽ ബാക്ടീരിയകൾ, വേണ്ടാത്ത സാധനങ്ങൾ, ടോക്സിക് സബ്സ്റ്റൻസുകളൊക്കെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് കയറുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ചില ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അലർജിക് ഇഷ്യൂസുകൾ വരിക, ഫുഡ് അലർജീസ് നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ ലീക്കി ഗട്ട് സിൻഡ്രോം അല്ലെങ്കിൽ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അലർജിയുടെ പ്രശ്നങ്ങൾ വരും, ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂടും. നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, TNF പോലെയുള്ള, IL-6 പോലെയുള്ള, പിന്നെ IL-3 പോലെയുള്ള അങ്ങനെയുള്ള പല ഇൻ്റർലൂക്കിന് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ലോണം കൂടും. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ്റെ എഫക്റ്റ് കാരണമായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന സർക്കുലേഷന് ഡാമേജ് വരുത്തുകയും ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ലോക്കലി അവിടെ നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ഒരു ഇൻഫ്ലമേഷൻ, ലോക്കലി ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, അവിടുത്തെ ഒരു അബ്നോർമൽ സിഗ്നലുകൾ ജസ്റ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് വീണ്ടും വരും. കാരണം ഇതിൻ്റെ ബേസിക് റീസൺ പലപ്പോഴും ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ്, നമ്മുടെ വയറ്റിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വയറ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നത് സമയത്തിന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തലവേദന വരും എന്നുള്ളത്. സ്ട്രെസ്സ് ഒഴിവാക്കണം എന്നുള്ളത്. സ്ട്രെസ്സ് നമ്മുടെ ബ്രെയിനും നമ്മുടെ വയറും ഭയങ്കര കണക്റ്റഡാണ്. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നൊരു സംഗതി, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യാണ്, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പൂച്ച മുന്നിൽ ചാടി നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് പോകും അല്ലേ. ആ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പെട്ടെന്ന് സഡനായിട്ട് പിടിക്കുന്ന, അപ്പോൾ വയറിന് കാളിച്ചുണ്ടാവും അല്ലേ. കണ്ണ് ഇവിടെയുള്ള തലയിലാണ്, പക്ഷെ കണ്ണ് കാണൂല. പക്ഷെ എന്ത് ചെയ്യുമോ, നമ്മുടെ വയറ് കാളിച്ചാണ്ട് കൂടും. അപ്പോൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, നമ്മൾ സ്ട്രെസ്സ് വരുന്ന സമയത്ത് പല ആളുകൾക്ക് എന്ത് ചെയ്യും, ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നല്ലോണം കൂടും. അതുപോലെ അബ്നോർമലായിട്ട് ഇൻഡസ്റ്റൈനൽ ഫങ്ഷനൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വയറിൽ ബുദ്ധിമുട്ട് വരും, മൈഗ്രെയിന് നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷനുകളൊക്കെ നമ്മൾ മൈഗ്രെയിൻ ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, പ്രൈമറി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഗട്ടിന് ഫോക്കസ് ചെയ്യുക, സമയത്തിന് ഫുഡ് കഴിക്കുക, കരിച്ചതും പൊരിച്ചതും വറുത്തതും എണ്ണയിലിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും കഴിക്കരുത്. എസ്പെഷ്യലി ഞാൻ ചില ഫുഡുകൾ പറയലുണ്ട് കേട്ടോ. ചില ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യും, വയറിന് ട്രിഗറിങ് ഉണ്ടാക്കും, ബുദ്ധിമുട്ട് കൂട്ടിക്കൊണ്ടുവരും.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക. ഞാൻ പൊതുവേ പറയുന്നതാണ് ഈ നോൺ വെജ് പരമാവധി ഒഴിവാക്കുക. എസ്പെഷ്യലി ചെമ്മീനൊക്കെ പ്രശ്നമാണ്. ചെമ്മീൻ, അയല, ചിക്കനൊക്കെ എന്ത് ചെയ്യും പല ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കുക. അതേപോലെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഒഴിവാക്കുക. ഡേറ്റ്സ് ഒഴിവാക്കാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ പാവക്ക ഉണ്ടല്ലോ, അതുപോലെ മുരിങ്ങാക്കായ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. ബോഡിക്ക് എപ്പോഴും കൂളിംഗ് ആയി കിട്ടുന്ന, പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എസ്പെഷ്യലി അതിലെടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ അത് അസോസിയേറ്റഡ് അല്ല, ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ യോഗേട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ഉച്ചയുടെ സമയത്തേക്ക് അതേ പുളി കുറഞ്ഞിട്ടുള്ള കട്ടത്തൈര് ഉണ്ടല്ലോ, യോഗേട്ട് എന്ന് പറയും. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളൊരു 100 ഗ്രാമൊക്കെ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം. വയറിൻ്റെ പ്രശ്നം നിൽക്കും. അതിപ്പോൾ ഇനി കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും പുളിച്ചിത്തക്കട്ടിലാണെങ്കിലും നെഞ്ചരിച്ചിലാണെങ്കിലും അതിലും നല്ല ആശ്വാസം ഉണ്ടാവും. നിങ്ങളുടെ മൈഗ്രെയിനിലും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സിമ്പിളായിട്ട് ഹോം റെമഡി ഞാൻ പറയുകയാണെങ്കിൽ, ഈ നിങ്ങൾ